കുട്ടികളെ, നിങ്ങൾ അതിരുവിടുന്നു. ഞാനാണ് ഫാദർ ഇങ്ങോട്ട് വന്നത്. ആരായാലും ചെയ്തത് ശരിയായില്ല. സോറി ഫാദർ. ആരെയും ധിക്കരിക്കണമെന്ന് കരുതിയിട്ടല്ല. ഞങ്ങൾക്ക് തമ്മിൽ കാണാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ മനസ്സ് കാണാൻ കഴിയാതെയല്ല കുട്ടികളെ. ഏതായാലും ഇത്രയും സ്വാതന്ത്ര്യം നിങ്ങൾ എടുത്തുകൂടായി. ജോണി, മുറിയിലേക്ക് പോകും. ഇതുവരെയും ആരുടെ മുമ്പിലും ഞാൻ തോറ്റിട്ടില്ല. പക്ഷേ ഇവരുടെ മുമ്പിൽ ശകാരിച്ചു നോക്കി, തല്ലി നോക്കി, പല വഴിക്കും വിലക്കി നോക്കി. എന്നിട്ടും അച്ഛൻ പറഞ്ഞാണ് ശരി. സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കാൻ നോക്കരുത്. വരൂ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. വരൂട്ടി. അലക്സാണ്ടർക്ക് ഒറ്റ മകളല്ലേ ഉള്ളൂ, നിമി. ജോണിയും ഒറ്റ മകനാണ്, ഫ്രം എ വെരി റെസ്പെക്ടബിൾ ഫാമിലി. എല്ലാം ഞാൻ അച്ഛന്റെ തീരുമാനത്തിൽപ്പെടും. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. കല്യാണം കഴിഞ്ഞാലും നിമി എന്റെ കൂടെ തന്നെ താമസിക്കണം. അവളെ ഞാൻ എങ്ങും പറഞ്ഞയക്കില്ല. അതിന് അവൻ സമ്മതിക്കുമോ? കുട്ടികളും നമ്മളും മാത്രം ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ അത്. ജോണിയുടെ ഡാഡിയെയും വിവരം അറിയിക്കണ്ടേ? ഏതായാലും നമുക്ക് ജോണിയെ കണ്ടെന്ന് സംസാരിക്കാം. വരൂ. പിന്നൊരു കാര്യം, നിങ്ങൾ ഇപ്പോഴും കുട്ടികളാണ്. നിങ്ങൾക്ക് അനുവദിക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ട്. അടുത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുക. രണ്ടുപേരും എത്തിയ ശേഷം മാത്രം ഒന്നാകാനുള്ളവരാണ്. അതെപ്പോഴും മനസ്സിൽ വേണം. ഞങ്ങളെ തമ്മിൽ അകറ്റില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാം. പറഞ്ഞതെല്ലാം കേട്ടല്ലോ? കേട്ടു. ജോണിക്ക് സമ്മതമാണ്. വരൂ. ഇതാണ് ജോണിയുടെ ഡാഡി. ജോണി ഇന്ന് തന്നെ അവന്റെ ഡാഡിക്ക് എഴുതും. ഉടൻ തന്നെ വരാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ഗുഡ്.